സാധ്യതകളുടെ വാതായനം തുറന്ന് സൈബർ സെക്യൂരിറ്റി. ഇൻ്റർനെറ്റ്, നെറ്റ്വർക്കുകൾ, കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, ഡേറ്റ എന്നിവയെ ഹാക്കിങ്ങിൽ നിന്നും മലീഷ്യസ് സോഫ്റ്റ്വെയറിൽ നിന്നും വിവര ചോർച്ചയിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് സൈബർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ലിനക്സ്, വിൻഡോസ് എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പൈത്തൺ, സി, ജാവ എന്നീ പ്രോഗ്രാമിംഗ് 1 പഠനത്തിൽ അനിവാര്യമാണ്. 3 മുതൽ 6 മാസം വരെ ദൈർഘ്യമുള്ള ഉഡെമി, കോഴ്സെറ തുടങ്ങിയ സൈറ്റുകളിൽ ലഭ്യമായ കോഴ്സുകൾ, 6 മാസ കാലാവധിയുള്ള സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ, 1 മുതൽ 2 വർഷം വരെ ദൈർഘ്യമുള്ള ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകൾ, BSc, BTech എന്നീ 4 വർഷ കോഴ്സുകൾ എന്നിവ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, എത്തിക്കൽ ഹാക്കർ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ, പെനട്രേഷൻ ടെസ്റ്റർ, സെക്യൂരിറ്റി ഓഡിറ്റർ, കംപ്ലയൻസ് ഓഫീസർ, ക്ലൗഡ് സെക്യൂരിറ്റി എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി ട്രെയിനർ തുടങ്ങിയ തൊഴിൽ സാധ്യതകളിലേക്ക് DRDO, ISRO, NIA പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എത്തിച്ചേരാം. ഓൺലൈൻ ബാങ്കിംഗ്, സോഷ്യൽ മീഡിയ, ആധാർ പാൻ വിവരങ്ങൾ, ഓൺലൈൻ ഷോപ്പിംഗ്, ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോമുകൾ ഇവയെല്ലാം തന്നെ സൈബർ ആക്രമണത്തിന് വിധേയമാകാൻ സാധ്യതയുള്ളവയാണ്. അതിനാൽ തന്നെ ബാങ്കിംഗ്, ഡിഫൻസ്, IT, ടെലികോം, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ അതുപോലെ അന്താരാഷ്ട്ര തലത്തിലും വലിയ സാധ്യതകളാണ് സൈബർ സെക്യൂരിറ്റിയിലുള്ളത്. വ്യക്തിപരമായ സെൻസിറ്റീവ് ഡാറ്റകൾ മറ്റുള്ളവർ കാണാതെ സൂക്ഷിക്കുക, ഡേറ്റ ശരിയായ രീതിയിൽ സൂക്ഷിക്കപ്പെടുകയും മാറ്റം വരുത്താതെ നിലനിർത്തുകയും ചെയ്യുക, സേവനങ്ങളും ഡേറ്റയും ആവശ്യ സമയത്ത് ലഭ്യമാക്കുക എന്നിവ സൈബർ സെക്യൂരിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അനധികൃതമായി കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുക, കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന മാൽവെയർ സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ പ്രവേശിപ്പിക്കുക, വ്യാജ ഇമെയിലുകൾ ഉപയോഗിച്ച് പാസ്വേഡുകൾ ചോർത്തുക, കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന റാൻസംവെയറുകൾ, ഉപയോക്താവിൻ്റെ വിവരങ്ങൾ രഹസ്യമായി ശേഖരിക്കുന്ന സ്പൈവെയർ എന്നിങ്ങനെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള സൈബർ ആക്രമണങ്ങളുടെയും ഹാനികരമായ പ്രവൃത്തികളുടെയും തടയൽ വഴി സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലുകൾ നെറ്റ്വർക്കുകളെയും ഡേറ്റയെയും സംരക്ഷിക്കുന്നു. ഇതിനായി ഹാക്കർമാരെ തടയാൻ ടെക്നിക്കൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുകയും കമ്പനി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും സൈബർ ആക്രമണങ്ങൾ കണ്ടെത്തി മറുപടി നൽകുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ നല്ല കരിയർ, വിദേശ സ്വദേശ അവസരങ്ങൾ, മികച്ച ശമ്പളം എന്നിവ ലഭ്യമാക്കുന്ന സൈബർ സെക്യൂരിറ്റി ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ അനിവാര്യമായ ഒരു മേഖലയാണ്. ലോകമെമ്പാടുമുള്ള ഏറ്റവും വേഗത്തിൽ വളരുന്ന തൊഴിൽ മേഖലകളിൽ ഒന്നാണ് സൈബർ സെക്യൂരിറ്റി. ഡിജിറ്റലൈസേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, കൊമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയവയുടെ വളർച്ചയോടൊപ്പം സൈബർ സുരക്ഷയുടെ ആവശ്യകതയും അതിവേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ 4.7 മില്യണിൽ അധികം തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ ഉള്ളത്. 2030ഓടെ 10 മില്യൺ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലുകളുടെ ആവശ്യകതയാണ് ലോകത്ത് ഉണ്ടാവുക. എത്തിക്കൽ ഹാക്ക്, പെൻ ടെസ്റ്റ് തൊഴിൽ മേഖലകളിൽ 2025-30 കാലഘട്ടത്തിൽ 2010 അപേക്ഷിച്ച് 100% വളർച്ചയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്കയിലും യൂറോപ്യൻ യൂണിയനിലും ക്ലൗഡ് സെക്യൂരിറ്റി വിദഗ്ധന്മാരുടെ വിപുലമായ ആവശ്യകത കാണാൻ സാധിക്കും. ഈ രംഗത്തെ അന്താരാഷ്ട്ര സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും വലിയ തൊഴിൽ വിപണി അമേരിക്കയാണ്. $90,000 തുടക്ക ശമ്പളത്തിൽ നിയമനം ലഭിക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഏറെയാണ്. കാനഡയും ബ്രിട്ടനിലെ ബാങ്കിംഗ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഓസ്ട്രേലിയയിലെ അവസരങ്ങളും ജർമ്മനിയിലെ സാധ്യതകളും സിംഗപ്പൂർ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളിലും അവസരങ്ങൾ ധാരാളമുണ്ട്. കുറ്റാന്വേഷണ രംഗത്ത് സൈബർ ഫോറൻസിക് എന്ന വിപുലമായ സാധ്യതകളും വളർന്നു വരുന്നു. ഇൻ്റലിജൻസ് രംഗത്തും സൈബർ സെക്യൂരിറ്റിയെ ഉപയോഗപ്പെടുത്തുന്നു. അടുത്ത 10 വർഷത്തേക്ക് ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്നതും തൊഴിൽ സുരക്ഷ ലഭ്യമായിട്ടുള്ളതുമായ തൊഴിലവസരം എന്നതിനപ്പുറം ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള തൊഴിൽ രംഗവും കൂടി ആയിരിക്കും ഇത്. രാജ്യത്തെ ഡിജിറ്റൽ സംരംഭങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലായി നിൽക്കുന്ന കേരളം വിദ്യാഭ്യാസം, ഭാഷാജ്ഞാനം എന്നിവയ്ക്കനുസരിച്ച് ധാരാളം ഔട്ട്സോഴ്സിംഗ്, ഫ്രീലാൻസിംഗ് അവസരങ്ങളും ഒരുക്കുന്നു. BTech, MTech, MSc എന്നീ സാധ്യതകൾ പഠന രംഗത്തുണ്ട്. കേരളത്തിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി,
കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി എന്നിവിടങ്ങളിൽ മികച്ച പഠന സാധ്യതകൾ ലഭ്യമാണ്. സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധമുള്ള ബ്ലോക്ക് ചെയിൻ ഡാറ്റ സെക്യൂരിറ്റി മേഖലയിലെ മുൻനിര സ്ഥാപനം കൂടിയാണ് കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി. കേരള പോലീസ് സൈബർ സെൽ വിഭാഗത്തിലും കെൽട്രോൺ, കേരള IT മിഷൻ, സീഡിറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലും വിവിധ IT പാർക്കുകളിലും ജുഡീഷ്യൽ സംവിധാനത്തിലും വിദ്യാഭ്യാസ രംഗത്തും സാധ്യതകളുടെ വലിയൊരു ലോകമാണ് സൈബർ സെക്യൂരിറ്റി ഒരുക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പുകൾക്ക് ധാരാളം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. കൂടാതെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സൈബർ സെക്യൂരിറ്റി സംരംഭങ്ങൾക്ക് പിന്തുണയും റിസർച്ച് സ്പേസും നൽകുന്നു. CERTK കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം കേരള സൈബർ ആക്രമണങ്ങൾ അന്വേഷിച്ച് തത്സമയ സഹായം നൽകുന്ന സ്ഥാപനമാണ്. കൂടാതെ കേരള പോലീസിൻ്റെ സൈബർ സെൽ ഇൻ്റലിജൻസ്, ബിഗ് ഡേറ്റ, സൈബർ സർവൈലൻസ്, എത്തിക്കൽ ഹാക്കിംഗ് മേഖലകളിൽ പരീക്ഷണ പദ്ധതികൾ നടപ്പാക്കുന്നു. ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള സ്ഥാപനങ്ങൾ സമ്മാനിക്കുന്ന ബാക്ക് ബൗണ്ടി പ്രോഗ്രാമുകളും യൂട്യൂബ് സൈബർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും ഫ്രീലാൻസ് സ്കിൽ ഡെവലപ്മെൻറ്റ് സാധ്യതകൾ ഈ രംഗത്ത് സമ്മാനിക്കുന്നു. യൂട്യൂബ് സൈബർ അവയർനെസ് എഡ്യൂക്കേറ്റർ മേഖലയിൽ മലയാളത്തിലും അവസരങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ എന്നിവയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സൈബർ റിസ്ക് മാനേജ്മെൻറ്റ് സംവിധാനം രൂപപ്പെടുത്താനും ഉപയോഗപ്പെടുത്താനും ഈ രംഗത്ത് രാജ്യത്തെ മുൻനിര സംസ്ഥാനമായ കേരളം രാജ്യത്ത് ഈ രംഗത്തെ നേതൃപദവിയിലേക്ക് വരുമ്പോൾ കൂടുതൽ സൈബർ സെക്യൂരിറ്റി തൊഴിലിടങ്ങൾ വളർന്നു വരും എന്നത് ഉറപ്പാണ്. കേരളം പോലുള്ള ടെക്നോളജി ബോധമുള്ള സംസ്ഥാനത്ത് സൈബർ സെക്യൂരിറ്റി വൻ സാധ്യതയുള്ള സ്റ്റാർട്ടപ്പ് മേഖലയാണ്. സർക്കാർ പിന്തുണയും ടെക്നിക്കൽ മാനവശേഷിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഇൻക്യുബേറ്ററുകളുടെയും സാന്നിധ്യവും ഈ മേഖലയെ വളർത്തി വലുതാക്കുന്നു. ഉയർന്ന യോഗ്യതയുള്ള മനുഷ്യശേഷി ചേർന്ന ടാലൻറ്റ് പൂൾ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും സജീവമായ സ്റ്റാർട്ടപ്പ് സംരംഭക ശക്തികളിൽ ഒന്നാക്കി മാറ്റുകയാണ്. സർക്കാർ പിന്തുണയും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാന്നിധ്യവും മികച്ച ടെക്നോളജിയും പരിസ്ഥിതിയും ഡിജിറ്റൽ കൈമാറ്റവും ചേർന്ന് കേരളത്തെ